Hi everyone, welcome to my channel. So today we are going to deal with strings in C++. So നമുക്കൊരു പുതിയ വാക്കാണ് സ്ട്രിംഗ് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് നമ്മുടെ ചാപ്റ്റർ ഹെഡിങ് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഇൻ C++. സോ സ്ട്രിംഗ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. A character array is known as a string. It is used to store a set of characters or a text in a single variable. Okay. So, ഒരു array എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു. ഒരു arrayയിൽ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ കണ്ടായിരുന്നു. ഇൻറ്റിജർ array നമുക്കറിയാം. അപ്പോൾ നമ്മളിവിടെ പറയുകയാണ് we are dealing with a special array and that is a character array. C++ൽ നമ്മൾ കുറേ വാല്യൂസ് സ്റ്റോർ ചെയ്യാനൊക്കെ പഠിച്ചെങ്കിലും ഇതുവരെ നമ്മളൊരു പേര് സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നില്ലായിരുന്നു. ഒരു ക്യാരക്ടർ വേരിയബിളിനകത്ത് ഒരൊറ്റ ക്യാരക്ടറെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു ക്യാരക്ടർ വേരിയബിൾ ഒറ്റ ബൈറ്റാണ് മെമ്മറിക്ക് വേണ്ടി എടുക്കുന്നത്. അപ്പം ഒരു പേര്, ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് അതിനെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നില്ലായിരുന്നു. അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ അറേയാണ് സ്ട്രിംഗ് എന്ന് പറയുന്നത്. സ്ട്രിംഗ് എന്തുകൊണ്ടാണ് സ്പെഷ്യൽ ആകുന്നത് എന്ന് വെച്ചാൽ സ്ട്രിംഗ് ഒരു ഇൻറ്റിജർ അറേയെ പോലെ അല്ല അതിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അതിൻ്റെ യൂസേജ്. നമ്മൾ സാധാരണ ഒരു ഇൻറ്റിജർ അറേയോ അല്ലെങ്കിൽ ഒരു ഫ്ലോട്ട് അറേയോ യൂസ് ചെയ്യുന്നത് പോലെ അല്ല നമ്മൾ സ്ട്രിങ്ങിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ ടോപ്പിക് ഈസ് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ്. സോ സ്ട്രിംഗ് ഈസ് എ ക്യാരക്ടർ അറേ. ഇവിടെ നമ്മൾ വേറെ രണ്ട് വാക്കുകൾ പുതിയതായിട്ട് പഠിക്കുന്നു. ഫസ്റ്റ് വൺ ഈസ് സ്ട്രിംഗ്, സെക്കൻഡ് വൺ ഈസ് ടെക്സ്റ്റ്. സ്ട്രിങ്ങും ടെക്സ്റ്റും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ്. അപ്പം നമ്മൾ ഇംഗ്ലീഷിലെ ഒരു സെറ്റ് ഓഫ് വേർഡ്സ് അതിന് നമ്മൾ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് അതിനെ നമ്മൾ എഴുതുന്നത് കമ്പ്യൂട്ടർ സയൻസിൽ നമ്മളതിനെ വിളിക്കുന്നത് ടെക്സ്റ്റ് എന്നാണ്. അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പേജ് എടുക്കുക. ആ ഒരു പേജിൽ 1-2 പാരഗ്രാഫ് അല്ലെങ്കിൽ 2-3 ഈ ഓരോ പാരഗ്രാഫിനെയാണ് നമ്മൾ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അല്ല, ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള അർത്ഥത്തിലല്ല നമ്മളുടെ ടെക്സ്റ്റ് പറയുന്നത്. ഒരു പാരഗ്രാഫ് ഒരു ടെക്സ്റ്റാണ്, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ഒരു ടെക്സ്റ്റാണ്, ഒരു വാക്ക് ഒരു ടെക്സ്റ്റാണ്. ഈ സെയിം ടെക്സ്റ്റ് എന്നുള്ള വാക്ക് നമ്മൾ ടെക്സ്റ്റായിട്ടും സ്ട്രിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്. സാധാരണഗതിയിൽ ചെറിയ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിനെ നമ്മൾ സ്ട്രിംഗ് എന്ന് പറയും. കുറച്ച് വലുതാകുമ്പോൾ അല്ലെങ്കിൽ പാരഗ്രാഫ് ഒക്കെ ആകുമ്പോൾ നമ്മളതിനെ ടെക്സ്റ്റ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് സ്ട്രിംഗ് എന്താണെന്ന് ഒരു ഐഡിയ ഉണ്ടായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഇൻ C++. സോ ദിസ് അറേ ഈസ് യൂസ്ഡ് ഇൻ എ ഡിഫറെൻറ്റ് വേ. ഓക്കെ, അതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നെക്സ്റ്റ് ഈസ് declaration and initialization of a string. So how to declare a string, or how to initialize, or how to give values to the string. So first thing is declaration. Declaration is an array. So the declaration is char, var name, size. Char means data type, var name variable, size is the size of the array. How many locations are there? That indicates size. We'll see an example. Character name of 10. ഈ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഈ ഇതിൻ്റെ സൈസിനെ, അറേയുടെ സൈസിനെ നമ്മൾ ഓഫ് എന്നാണ് വായിക്കുന്നത്. നെയിം ഓഫ് 10 എന്ന് വായിക്കണം. സോ ദ ക്യാരക്ടർ നെയിം ഓഫ് 10 സെമിക്കോളൻ. നെക്സ്റ്റ് ഇസ് ഹൗ ടു ഇനീഷ്യലൈസ് ദ അറേ. സോ ക്യാരക്ടർ, വേരിയബിൾ നെയിം, സൈസ് equal to at the time of declaration itself. At the time of declaration itself, we are giving the values. These values can be given in two ways. Initialization can be done in two ways for an array. Sorry, for a string. Only for a string. So how it is? So here you can see we have used the assignment operator, and the curly bracket is open, and inside the bracket we are giving 3 characters as the initial values of the array. So here see A is written in single quotes, B is in single quotes, and C is in single quote. What it indicates?
ബിക്കോസ് ഓൾ ദ ക്യാരക്ടർ വാല്യൂസ് മസ്റ്റ് ബി ഇൻ സിംഗിൾ കോട്ട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ക്യാരക്ടറിൻ്റെ ഡേറ്റ ടൈപ്പിൻ്റെ പ്രത്യേകതയായിട്ട് പറഞ്ഞതാണ്. ക്യാരക്ടർ ഡേറ്റ ടൈപ്പിൽ എല്ലാ വാല്യൂസും എഴുതേണ്ടത് എങ്ങനെയാണ്? സിംഗിൾ കോട്ട്സിലാണ്. അപ്പോൾ അറേയിൽ ഇനീഷ്യലൈസ് ചെയ്ത് എഴുതുമ്പോഴും നമ്മൾ എങ്ങനെ എഴുതണം? ഇൻസൈഡ് ദ കേർലി ബ്രാക്കറ്റ് ഓരോ വാല്യൂസിനെയും ഏതായിട്ട് എഴുതുക? സിംഗിൾ കോട്ട്സിലെ കോമ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാം. ഇറ്റ്സ് ആൻ ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇനി ഹിയർ ദ സൈസ് ഈസ് നോട്ട് സ്പെസിഫൈഡ് ആൻഡ് സൈസ് സ്പെസിഫൈ ചെയ്യാൻ നമുക്ക് വാല്യൂസ് കൊടുക്കാം. See, we have an example. Character name of 10 is equal to A, N, U. A is a character, N is another character, U is another character. So, like this we can give the set of characters. ഇത് നമ്മൾ ഇൻറ്റീജർ അറേ കൊടുക്കുന്നത് പോലെ തന്നെയാണ്. ഇൻറ്റീജർ ഇനീഷ്യലൈസേഷൻ പോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ ആ ഇൻറ്റീജർ അറേ പോലെ തന്നെ ഇരിക്കും. നെക്സ്റ്റ് we can write the initialization statement in another way, like character name of 10 is equal to inside the double quotes Anu. നിങ്ങൾക്ക് കാണാം, it is inside the double quotes. അയ്യോ, നമ്മൾ ഇതുവരെ ഡബിൾ കോട്ട്സിനെ കണ്ടില്ലല്ലേ, നമ്മൾ സിംഗിൾ കോട്ട്സിനെയാണ് കണ്ടത്. നമുക്കറിയാം സിംഗിൾ കോട്ട്സ് ക്യാരക്ടറിൻ്റെ ടൈപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പുതിയൊരു എന്തോ പറയുന്നത് ഒരു ആളെ നമ്മൾ കാണുവാണ് അല്ലേ, പുതിയൊരു ഓപ്പറേറ്ററെ നമ്മൾ കാണുവാണ്. ആൻഡ് ദാറ്റ് ഈസ് ഡബിൾ കോട്ട്സ്. ദിസ് ഡബിൾ കോട്ട്സ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് എ സ്ട്രിങ്. അതർ കേസിൽ സ്ട്രിങ് തന്നെയാണ്, പക്ഷെ അതിന് സ്ട്രിങ് ആയിട്ടല്ല നമ്മൾ കൺസിഡർ സാധാരണ ഒരു ക്യാരക്ടർ കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കുന്നു. ബട്ട് ഹിയർ ദ നെയിം അനു or the set of characters or string Anu is given as a string itself. All the strings must be in double quotes. All the characters must be in single quotes. All the strings must be in double quotes. String ആണെങ്കിലും ടെക്സ്റ്റ് ആണെങ്കിലും സ്ട്രിങ്ങോ ടെക്സ്റ്റോ എന്താണെങ്കിലും C++ എഴുതുമ്പോൾ you must use double quotes. Okay, മനസ്സിലായല്ലോ. ഇനി the size is 10 അല്ലേ, സൈസ് നമ്മൾ 10 എന്നാണ് കൊടുത്തത്. But there are only 3 characters. That is no problem. You can give up to 10 എന്നാണ് പറയുന്നത്. അല്ലാതെ അതില്ലെങ്കിലും 10 ക്യാരക്ടർ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ എവിടെയാണ് ഇൻറ്റിജർ അറേയിൽ ഉപയോഗിച്ചോലെ അത്രയും മാക്സിമം എന്നേ പറയുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് മെമ്മറി അലൊക്കേഷൻ ഞാൻ പറയാം. അതിന് മുമ്പ് we have another method for assigning values to a string. We have another method of assigning values to a string. First of all, the two methods were initialization method. That means at the time of writing the program itself, we are giving the values. But at the time of running or execution time, we are giving values using cin. You know cin. We already cin പഠിച്ചിട്ടുണ്ട്. So cin വെച്ചിട്ട് ഞാൻ പ്രോഗ്രാം ചെയ്ത് കാണിക്കുകയും ചെയ്യാം. So cin name like that we can do cout enter a name cin name like that. No problem. So this is declaration, initialization, inputting values. How to declare an array, how to initialize an array, how to give input to using C. Next, അടുത്തതായിട്ട് നമ്മൾ വേറെ പ്രധാനപ്പെട്ട ആളെ പഠിക്കുകയാണ്. സ്ട്രിങ്ങിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ സ്ട്രിങ്ങിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ അടുത്തതായിട്ട് കാണുന്ന വേറൊരു മഹത്തായ കാര്യമാണ്, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നൾ വാല്യൂ എന്നറിയപ്പെടുന്നത്. സോ വാട്ട് ഈസ് നൾ വാല്യൂ? നൾ വാല്യൂ ഈസ് സിംഗിൾ കോട്ട്സിൽ /0 എന്നാണ് അതിനെ എഴുതുന്നത്. നിങ്ങൾക്ക് കാണാം /0 is the null value and is used to indicate the end of a string. It's the end of a string. അതായത് നമ്മളിപ്പോൾ കൊടുത്തത് എക്സാമ്പിളിൽ ഞാൻ എന്താ കൊടുത്തത്, അനു എന്ന് കൊടുത്തു. നിങ്ങൾക്ക് തോന്നി 3 ക്യാരക്ടറിലുള്ളൂ, സൈസ് 10 കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ബാക്കി ഫ്രീ ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ബാക്കി ഫ്രീ ആണോ അതോ ഈ വല്ലതും വരുന്നുണ്ടോ എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രിങ് കഴിയുമ്പോൾ സ്ട്രിങ്ങിനെ എൻഡ് ക്യാരക്ടർ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ട്. ദാറ്റ് ഈസ് നോട്ട് ഇൻ ഇൻറ്റിജർ, ദാറ്റ് ഈസ് നോട്ട് ഇൻ എനി അതർ അറേസ് ബട്ട് ഓൺലി ഇൻ ദ കേസ് ഓഫ് സ്ട്രിങ്. സോ വാട്ട് ഈസ് ദാറ്റ്? അത് നിങ്ങൾ മനസ്സിലാക്കുക. എഴുതിയതിന് ശേഷം ലാസ്റ്റ് ക്യാരക്ടറായിട്ട് /0 കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും ഒരു സ്ട്രിങ് പോകുന്നത്. ഓക്കെ, മെമ്മറി അലൊക്കേഷൻ ഞാൻ കാണിച്ചു തരാം. ക്യാരക്ടർ നെയിം ഓഫ് 7. സി നെയിം നമ്മൾ കൊടുക്കുന്നു, സി നെയിം കൊടുക്കുന്നു. ഇൻപുട്ട് അഞ്ജലി എന്ന് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു. സോ there are
ANJALY. There are 6 characters. So how the memory allocation happens? ഞാൻ ANJALY നടിച്ചു കൊടുത്താൽ what happens? Let's see. So this is an array. The name, the name of the array is name, or string is name, and the characters are ANJALY, and the last character ആയിട്ട് എന്ത് കിടക്കും? /0 കിടക്കും. ഒറ്റ കാര്യം അതിനകത്ത് ഞാൻ സിംഗിൾ കോഴ്സ് ഉപയോഗിച്ചിട്ടില്ല. സിംഗിൾ കോഴ്സ് വേണം കേട്ടോ. അരയ്ക്കകത്ത് കിടക്കുമ്പോൾ സിംഗിൾ കോഴ്സിൽ തന്നെയാണ് കിടക്കുന്നത്. ഇൻപുട്ട് സീൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ഡബിൾ കോഴ്സ് കൊടുക്കണ്ട, അത് ഞാൻ കാണിച്ചോളാം, ചെയ്യുമ്പോൾ കാണിച്ചോളാം. പക്ഷേ എനിവേ മെമ്മറിയിൽ കിടക്കുമ്പോൾ നമ്മൾ സിംഗിൾ കോഴ്സ് കൊടുക്കണമായിരുന്നു, അത് ഞാൻ കൊടുക്കാൻ വിട്ടുപോയതാണ്. എനിവേ നമുക്ക് നമ്മുടെ സ്ട്രിങ്ങിന് അല്ലെങ്കിൽ ക്യാരക്ടർ അറേയുടെ സൈസ് 7 ആണെങ്കിൽ യു ക്യാൻ ഗിവ് a 6-letter word only, 6-letter word or 6-letter string, because the last character is reserved as null character. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. The importance of null character. Null value അതിനെ നിങ്ങൾക്ക് ഒന്നുകിൽ null value എന്ന് വിളിക്കാം, അല്ലെങ്കിൽ /0 എന്ന് വിളിക്കാം. എനിവേ നിങ്ങൾ അത് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? സിംഗിൾ കോട്ട്സ് /0 സിംഗിൾ കോട്ട്സ് ക്ലിപ്സ് ഇങ്ങനെ എഴുതാവും. So we will see an example. Okay, so hash include IO string, CSTD IOടെ കിടക്കട്ടെ, ഞാൻ പിന്നീട് പറയാം. Using namespace main, see here character array is declared and it is initialized as ARJUN, Arjun എന്നാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷെ നമ്മളത് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ, സിംഗിൾ സെപ്പറേറ്റ് ക്യാരക്ടർ ആയിട്ടാണ്, ക്യാരക്ടേഴ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, യൂസ്ഡ് ഇൻ സിംഗിൾ കോഡ്സ്. ദെൻ ദ സി ഔട്ട് ദ നെയിം ഈസ് എന്ന് പറഞ്ഞിട്ട് നെയിമിലുള്ള സ്ട്രിങ് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണുകയാണ് വേണ്ടത്. നെയിമിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് ഡിസ്പ്ലേ ചെയ്ത് കാണാനുള്ള ഒരു സിമ്പിൾ ഒരു പ്രോഗ്രാമാണ് ഇത്. സ്ലാഷ് ഒന്നും വേണ്ട, നെക്സ്റ്റ് ലൈനിൽ പോകുന്നത്. ഓക്കെ, സോ വി ആർ കമ്പൈലിംഗ് build and execute. So the name is Arjun. കണ്ടോ ഇപ്പോൾ എങ്ങനെ കിടക്കുന്നത്? സെപ്പറേറ്റ് ആയിട്ടാണോ കിടക്കുന്നത്? അല്ല, ഇറ്റ് ഈസ് എ സ്ട്രിങ്, ഒരു സ്ട്രിങ് ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് മെത്തേഡ് ഇനീഷ്യലൈസേഷൻ. സെക്കൻഡ് മെത്തേഡിൽ നമ്മൾ കണ്ടത് എന്തായിരുന്നു? ക്യാരക്ടർ നെയിം ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറൊരു പേര് കൊടുക്കണം, അംഗീത. So here there is no need for this thing. What this curly bracket is not needed. Okay, so let us again compile. പ്രോഗ്രാമിൽ വേറൊരു ചേഞ്ചും വരുത്തുന്നില്ല. വാല്യൂ ഈസ് ചേഞ്ച്ഡ് and the given style is also changed. So the name is Angita. It is displayed like that. Okay. ഇനി നെക്സ്റ്റ് ഈസ് യൂസിങ് സീൻ. അടുത്തത് നമ്മൾ സീൻ ഉപയോഗിച്ചിട്ടാണ് കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് അറ്റ് ദ ടൈം ഓഫ് ഡിക്ലറേഷൻ ദർ ഇസ് നോ value in the array. There is no value in the array. Next, using cin ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനാണ്. സി ഔട്ട് എൻ്റർ ദ നെയിം എന്ന് നമ്മളോട് ചോദിക്കുന്നു. നെയിം നിങ്ങൾ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്ത നെയിം ഡിസ്പ്ലേ ചെയ്യുന്നു. ദ നെയിം ഈസ് എന്ന് പറഞ്ഞിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് യു ക്യാൻ ആക്സെപ്റ്റ് എ വാല്യൂ ഫ്രം ഔട്ട്സൈഡ്. അതായത് ഈ മറ്റേ രണ്ട് കേസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കേസിലും പ്രോഗ്രാം എഴുതുന്ന സമയത്ത് എനിക്ക് നെയിം എന്താണെന്ന് അറിയാമായിരിക്കണം. ആദ്യത്തെ കേസിൽ എനിക്ക് അർജുൻ എന്ന് അറിയാമായിരുന്നു, രണ്ടാമത്തെ കേസ് അംഗീത എന്ന് അറിയാമായിരുന്നു. ഇവിടെ എനിക്ക് അറിയില്ല, എൻ്റെ പ്രോഗ്രാമിൽ ഇല്ല പേര്. റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള പേര് നമുക്ക് കൊടുക്കാം. നമ്മൾ ഇന്ന് പ്രോഗ്രാം എഴുതി വെച്ച് നാളെ റൺ ചെയ്ത് അപ്പോൾ നമുക്ക് ആ സമയം നമുക്ക് വാല്യൂ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് റൺ ടൈമിൽ വരുമ്പോൾ ഉള്ള പ്രത്യേകത. ഓക്കെ, എക്സിക്യൂട്ട് എൻ്റർ നെയിം കണ്ടോ ചോദിക്കുന്നു. അപ്പോൾ ഞാനവിടെ എൻ്റർ ചെയ്യുവാണ്. അനു എന്നാണ് ഞാൻ എൻ്റർ ചെയ്യുന്നത്. സോ ദ നെയിം ഈസ് അനു എന്ന് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണുന്നു. ഈ മൂന്നാമത്തെ മെത്തേഡ്. അപ്പോൾ ഈ 3 മെത്തേഡല്ലേ നമ്മൾ മുമ്പേ കണ്ടത്? PPT കണ്ട 3 മെത്തേഡിൽ നമ്മൾ വാല്യൂ ആക്സെപ്റ്റ് ചെയ്യും. ഇനി ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളെ കാണിച്ചു തരാം. സോ ഐ എം ഗോയിങ് ടു ഗിവ് മൈ നെയിം ആസ് അഞ്ജലി ബി. ഓക്കെ,
സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് നമുക്ക് ചിലപ്പോൾ കിട്ടത്തില്ല 10. അപ്പോൾ അഞ്ജലി സ്പേസ് ഇട്ട് ബി എന്നാണ് ഞാൻ എൻ്റർ ചെയ്യുന്നത്. അതിനുശേഷം ഞാനൊരു സ്പേസ് കൂടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ എൻ്റർ ചെയ്യുന്നു. സി വാട്ട് ഹാപ്പൻസ്. സോ ദ നെയിം ഇസ് അഞ്ജലി. എവിടെ പോയി ബി? ബിക്കൂടെയുള്ള സ്പേസ് ഏതായാലും തൊട്ടിൽ നമ്മൾ 10 അല്ലേ കൊടുത്തത്. പക്ഷേ ബി ഈസ് നോട്ട് റീഡ് ചെയ്തിട്ടില്ല. കാരണം സി ഇന്നിന്, കാരണം മനസ്സിലാക്കുക, സി ഇൻ cannot read a space character. C cannot accept a space character. സ്പേസ് ക്യാരക്ടർ ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ വിചാരിച്ച് തീർന്നെന്നാണ് വിചാരിക്കുന്നത്. അല്ലാതെ ഇതിനെ ഒരു ക്യാരക്ടറായിട്ട് എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. ആക്ച്വലി ഒരു ക്യാരക്ടറാണ് അല്ലേ. ഒരു സ്പേസിലിട്ട് ബി, നിങ്ങൾ ഈ ഫോമൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ ഓരോ സ്ക്വയർ കോളത്തിനകത്ത് കോളം ഫില്ല് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് അല്ലേ. അഞ്ജലി കഴിഞ്ഞിട്ടൊരു സ്പേസ് ഇട്ടിട്ടാണ് നിങ്ങൾ ബി എഴുതുന്നത്. പിന്നെ ഒരു സ്പേസ് ഇട്ടിട്ട് നായർ എന്നെഴുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാം അവിടെ ഒരു സ്പേസ് ഉദ്ദേശിക്കുന്ന ഒരു ക്യാരക്ടറിനുള്ള സ്പേസ് നമ്മളവിടെ ഉദ്ദേശിക്കും. പക്ഷേ അത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ വിത്ത് സി. അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. സോ സി എന്നിൻ്റെ ഉപയോഗം മനസ്സിലായി, സി എന്നിൻ്റെ ഡിസഡ്വാൻറ്റേജും മനസ്സിലായി. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ പ്രോഗ്രാം ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ച് നമ്മൾ അത്രയും പറഞ്ഞു. ഇനി നെക്സ്റ്റ് is input-output functions in C++. Input-output functions for strings. Only for string ആണ് input-output functions സപ്പോർട്ടിലുണ്ട്, only for string. Okay. So what do you mean by function? Function ആണ് നമ്മുടെ അടുത്ത ചാപ്റ്റർ കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു ഐഡിയ ആണ് ഫങ്ഷൻസ്. എല്ലാം പ്രധാനപ്പെട്ടതാണ്. അതായത് നമ്മുടെ അൽഗോരിതം പ്രധാനപ്പെട്ടതാണ്, ഫ്ലോ ചാർട്ട് പ്രധാനപ്പെട്ടതാണ്, ഡേറ്റ ടൈപ്പ് ഇമ്പോർട്ടൻറ്റ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കാരണം വേറൊന്നുമല്ല, ഇതിൻ്റെ ബാക്കിയായിട്ട് നിങ്ങൾക്ക് പിന്നീട് പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ഓരോ ദിവസവും പറയുന്നതും നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള സാധനങ്ങൾ, ഏത് ഞാൻ പഠിച്ചിട്ടുള്ള സാധനം തന്നെ, അല്ല നേരത്തെ പണ്ട് പഠിച്ചതല്ല അല്ലേ. സോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ഇൻ സ്ട്രിംഗ്. ഓക്കെ. സോ ഇവിടെ ഞാനിപ്പോൾ നിങ്ങളെ ഇൻപുട്ട് കാണിച്ചായിരുന്നു അല്ലേ. സി കൊടുത്തിട്ടുള്ള ഇൻപുട്ട് കാണിച്ചു, അതിൻ്റെ ഡിഫിക്കൽറ്റി കാണിച്ചു. അപ്പോൾ ഈ ഇൻപുട്ട് കൊടുക്കാനായിട്ടും അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ടും നമുക്ക് C++ലെ കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. ഈ ഫങ്ഷൻസിന് 2 തരം ഫങ്ഷൻസ് ആണ് നമ്മൾ പറയുന്നത്. 2 types of functions. ഈ ഫംഗ്ഷൻ എന്താണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പം നിങ്ങൾ ഫംഗ്ഷനെ കാണുന്നത്, നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് 2 ഫംഗ്ഷനെ നിങ്ങളിപ്പോൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് മെയിൻ. ഒരു സാധനം ഫംഗ്ഷനാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ ഫംഗ്ഷൻ്റെ കൂടെ എപ്പോഴും പാരാന്തസിസ് ബ്രാക്കറ്റ് ഉണ്ടായിരിക്കും. മെയിൻ ഒരു ഫംഗ്ഷനാണ്, എപ്പോഴും പാരാന്തസിസ് ബ്രാക്കറ്റിൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ. പിന്നെ നിങ്ങൾ ഉപയോഗിച്ച റിട്ടേൺ ബ്രാക്കറ്റിൽ എഴുതി 0 എന്ന് എഴുതും. സോ ഇറ്റ് ഈസ് അനദർ, എപ്പോഴും ബ്രാക്കറ്റ് ഉണ്ടല്ലോ. സോ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ. സോ എ ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ഹാവിങ് എ പാരാന്തസിസ് ബ്രാക്കറ്റ് വിത്ത് എ ഫംഗ്ഷൻ ഈസ് ഇറ്റ് ഈസ് ആൻ ഐഡൻറ്റിഫയർ. ഒരു ഐഡൻറ്റിഫയർ ആണ്. വേരിയബിൾ നെയിം ഒക്കെ പോലെ തന്നെയാണ് ഫംഗ്ഷൻ. സോ ഫംഗ്ഷൻ മസ്റ്റ് ബി ക്രിയേറ്റഡ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ്. ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ. ഫംഗ്ഷനെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, കൂടുതലായിട്ട് നമുക്ക് അടുത്ത ചാപ്റ്റർ പഠിക്കാം. സോ എ ഫംഗ്ഷൻ മസ്റ്റ് ബി ഡിക്ലെയർഡ് ആൻഡ് ഡിഫൈൻഡ്. ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ വി ആർ നോട്ട് ഡിക്ലെയറിങ്, വി ആർ നോട്ട് ഡിഫൈനിങ്, വി ആർ ജസ്റ്റ് യൂസിങ്. ഡിക്ലെയർ ചെയ്യുന്നില്ല, ഡിഫൈൻ ചെയ്യുന്നില്ല, യൂസ് ചെയ്യുക. അപ്പം ഞാൻ പറയുവാണ്, ഇതിനെ ആരോ ഡിഫൈൻ ചെയ്തിരിക്കണം, ആരോ ഡിക്ലെയർ ചെയ്തിരിക്കണം, ഡിഫൈൻ ചെയ്തിരിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. So input-output functions are 2 types, and these 2 types are known as console functions and stream functions. Console functions are defined in stdio.h and stream functions are defined in iostream.h. So ഈ 2 തരം ഇൻപുട്ട്-ഔട്ട്പുട്ട് ഫങ്ഷൻസ് ഉണ്ട് C++ൽ. അതിൽ ഒന്നാമത്തതിന് നമ്മൾ കൺസോൾ ഫങ്ഷൻസ് എന്ന് പറയുന്നു. കൺസോൾ ഫങ്ഷൻസ് ആയിട്ടുള്ള കൺസോൾ ഫങ്ഷൻസ് നമ്മൾ അടുത്ത ഹെഡിൽ പഠിക്കും. കൺസോൾ ഫങ്ഷൻസ് ആണെങ്കിൽ അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? stdio.h ആണ്. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു കൺസോൾ ഫങ്ഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഹെഡർ ഫയലായിട്ടുള്ള stdio നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ 2 പ്രാവശ്യം 3 പ്രാവശ്യം കേട്ട് നോക്കുക, പക്ഷെ മനസ്സിലാക്കണം. Every function must be declared and defined before its use. ഇവിടെ നമ്മൾ പഠിക്കുന്ന ഒരു ഫംഗ്ഷനും നിങ്ങൾ ഡിഫൈനും ചെയ്യുന്നില്ല, ഡിക്ലെയർ ചെയ്യുന്നില്ല. പിന്നെ ആരാണ് അത് ചെയ്തിരിക്കുന്നത്? ഇല്ല, പിന്നെ യൂസ് ചെയ്യാൻ പറ്റുമോ? യൂസ് ചെയ്യാൻ പറ്റും, ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി ഡിക്ലെയർഡ് ആൻഡ് ഡിഫൈൻഡ്.
ആരെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു, ഡിക്ലെയർ ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഡിക്ലെയർഡ് ആൻഡ് ഡിഫൈൻഡ് ഇൻ ഹെഡർ ഫയൽസ്. ഹെഡർ ഫയൽസിലാണ് വെച്ചിരിക്കുന്നത്. ഹെഡർ ഫയൽസ് ആർ ഓൾവേസ് ഹിഡൻ ആണ്, നമുക്ക് കാണാൻ പറ്റില്ല. സോ ദി ഹിഡൻ ഫയൽസ് മസ്റ്റ് ബി ഇൻക്ലൂഡഡ് ടു അവർ പ്രോഗ്രാം. നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അവരെ എന്ത് ചെയ്യണം, ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞ് നമ്മൾ പ്രോഗ്രാമിൽ എഴുതണം. നമ്മൾ ഇതുവരെ ആകെ ഒരൊറ്റ ആളെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ, അതാരാണ്? IOStream. സോ IOStream ഉണ്ട്. സെയിം ആണ് IOStream അല്ലാതെ മറ്റൊരു കൺസോൾ ഓഫ് മറ്റൊരു ഹെഡർ ഫയലുകളുണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് stdio. ആ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ടാണ് ഇതിൻ്റെ പേര് കേട്ടോ. stdio മീൻസ് സ്റ്റാൻഡേർഡ് ഇൻപുട്ട്. ഈ stdioയെ നിങ്ങൾ ഇങ്ങോട്ട് ഇൻക്ലൂഡ് ചെയ്താൽ നിങ്ങൾക്ക് കൺസോൾ ഫംഗ്ഷൻ ഉപയോഗിക്കാം. സ്ട്രീം ഫംഗ്ഷൻ ആണെങ്കിൽ ഏതിനെ ഇൻക്ലൂഡ് ചെയ്യണം? IOStreamനെ ഉപയോഗിക്കണം. നമ്മൾ ഇതുവരെ IOStreamനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇൻസൈഡ് ദിസ് IOStream they are defined cin and cout. Both cin and cout are not keywords. Cin and cout keywords അല്ല. ഓക്കെ, അത് രണ്ടും ഐഡന്റിഫയർ ആണ് and that is defined in IOStream. Okay, so input output functions ഉണ്ട് C++ൽ. ഫങ്ഷൻസ് ഡിക്ലെയർഡ് ആൻഡ് ഡിഫൈൻഡ് ഇൻ ഹെഡർ ഫയൽസ്. രണ്ട് ഹെഡർ ഫയൽസ് കൺസോൾ ഫംഗ്ഷൻ ആണെങ്കിൽ stdio, സ്ട്രീം ഫംഗ്ഷൻ ആണെങ്കിൽ IOStream. എക്സാമ്പിൾ രണ്ടെണ്ണം പറയുന്നുണ്ട്. stdioയുടെ എക്സാമ്പിളാണ് getChar, putChar. IOStreamൽ cin.getLine. ഞാൻ എക്സാമ്പിൾ അടുത്ത് കാണിച്ചു തരാം. സോ നെക്സ്റ്റ് ഈസ് ഇൻപുട്ട് ഫങ്ഷൻസ് ഇൻ C++. സോ ഇൻ C++. സോ C എന്നാണ് എഴുതിയിരിക്കുന്നത്, C++ തന്നെ. സോ ഹിയർ യു ഹാവ് 2 more input functions. ആ രണ്ട് ഫങ്ഷൻസും നമ്മൾ കൺസോൾ ഫങ്ഷൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന രണ്ട് ഫങ്ഷൻസ് ആണ് getS ആൻഡ് getLine. ഈ getS ആൻഡ് getLine ഫങ്ഷൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ സിഇൻ്റെ ഒരു ഡിഫിക്കൽറ്റി നമ്മൾ മുമ്പേ കണ്ടായിരുന്നു. എന്താണ് സിഇൻ്റെ ഡിഫിക്കൽറ്റി? ഇറ്റ് ക്യാനോട്ട് റീഡ് എ സ്പേസ് ക്യാരക്ടർ. സോ സ്പേസ് ക്യാരക്ടറും കൂടെ റീഡ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡ്സ് ആണ് getS ഫംഗ്ഷനും getLine ഫംഗ്ഷനും. ഈ രണ്ട് ഫംഗ്ഷൻ നോക്കി എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, പാരാന്തസിസ് ബ്രാക്കറ്റ് ഉണ്ട്. സോ ദീസ് ടു ആർ ഫംഗ്ഷൻസ് getS ആൻഡ് getLine. സോ ഹൗ ടു റൈറ്റ് ദിസ്? getS ബ്രാക്കറ്റിൽ ക്യാരക്ടർ അറേഞ്ച്, ദാറ്റ് മീൻസ് സ്ട്രിങ്ങിൻ്റെ പേര് കൊടുക്കുക. getLine ആണെങ്കിൽ 2 more പാരാമീറ്റേഴ്സ് ഉണ്ട്. നമ്മൾ ബ്രാക്കറ്റിനകത്ത് എന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ ദാറ്റ് ഇസ് നോൺ ആസ് പാരാമീറ്റർ. നമ്മൾ റിട്ടേൺ 0 എന്ന് പറയുമ്പോൾ 0 ഈസ് എ പാരാമീറ്റർ. സോ ലൈക്ക് ദാറ്റ്. അപ്പോൾ മെയിൻലി ദർ ഇസ് നോ പാരാമീറ്റർ. So getS has one parameter and that is a string array name. Then getLine യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ cin.getLine എന്നാണ് കൊടുക്കുന്നത്. ആ ഡോട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഒബ്ജക്റ്റിൻ്റെ കൺസെപ്റ്റാണ് വരുന്നത്. അതൊന്നും നിങ്ങൾ വറി ചെയ്യേണ്ട, നിങ്ങൾ ജസ്റ്റ് അങ്ങനെ അങ്ങോട്ട് എഴുതാൻ പഠിച്ചാൽ മതി. cin.getLine. അതിൻ്റെ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ അറിയണം. ഫസ്റ്റ് വൺ ഈ സ്ട്രിംഗ് നെയിം str, the character name, കോമ ഇട്ടിട്ട് parenthesis order is very important. Order മാറിപ്പോയത്. So first one is string, second one is length. Length എന്ന് പറഞ്ഞാൽ how many characters must be read. എത്ര ക്യാരക്ടർ റീഡ് ചെയ്യണം. അതായത് നമ്മൾ അറേയുടെ സൈസ് 10 ആണെങ്കിൽ you can read 9 characters because 10th character is null character. Then ch means ഒന്നെങ്കിൽ നിങ്ങൾ 10 എന്ന് കൊടുത്ത 10 ക്യാരക്ടർ റീഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളൊരു പെർട്ടിക്കുലർ ക്യാരക്ടർ പറയുന്നു, ആ ക്യാരക്ടർ കാണുന്നത് വരെ റീഡ് ചെയ്യുക. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് കൊടുക്കാം. അതിൽ str-ഉം ലെങ്ത്തും ആണ് കമ്പൽസറി പാർട്ട്. ch നമ്മൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം ഞാനിത് ഒന്ന് റൺ ചെയ്ത് എക്സാമ്പിൾ റൺ ചെയ്ത് കാണിക്കാം. ഓക്കെ, ജസ്റ്റ് മൂവ് ടു Genie. cout എൻ്റെ നെയിം കൊടുത്തിരിക്കുന്നു. cin മാറ്റിയിട്ട് ഞാൻ എന്ത് കൊടുത്തിരിക്കുന്നു? getS കൊടുത്തിരിക്കുന്നു. getS എന്നിട്ട് array I have post. അൺപോസ് ചെയ്തു പറഞ്ഞു. സോ getS ബ്രാക്കറ്റിൽ സ്ട്രിങ്ങിൻ്റെ പേര് കൊടുത്തിരിക്കുന്നു, നെയിം എന്ന് കൊടുത്തിരിക്കുന്നു. സോ ലെറ്റസ് ജസ്റ്റ് റൺ ചെയ്യാം. സോ സീൻ ഇല്ല, ഈ പ്രോഗ്രാമിൽ സീൻ ഇല്ല, നിങ്ങൾ കണ്ടോണം. ജസ്റ്റ് റൺ ചെയ്യുന്നു, എൻ്റെ നെയിം എന്ന് ചോദിക്കുന്നു, കറസർ ബ്ലിങ്ക് ചെയ്യുന്നു. കറസർ ബ്ലിങ്ക് ചെയ്യുന്നു മീൻസ് യു ക്യാൻ എൻ്റർ സംതിങ്. സോ ഞാൻ എൻ്റർ ചെയ്യുന്നു. സോ ദ നെയിം ഈസ് ആശ. സോ ഇറ്റ് ഈസ് സീൻ എടുക്കുന്നുണ്ട്. ഓക്കെ, സീന് നമ്മൾ പിന്നെ പറഞ്ഞ എന്താണ്? സീനിന്
ഗെറ്റസിന് ഇക്ക ആക്സെപ്റ്റ് സ്പേസ് ആശ വിജയ്. സോ സി the name is Asha Vijay, like that. You can read space character also. Okay. So here there is no only the string name is the parameter. So next is get line add. So it is written like C dot get line. Then parameter ആയിട്ട് നമ്മൾ ഫസ്റ്റ് പാരാമീറ്റർ എന്തായിരുന്നു? സ്ട്രിംഗ് നെയിം. സ്ട്രിംഗ് നെയിം ഈസ് നെയിം. String name is name, comma, how many characters to be read. അത് നമ്മൾ ജസ്റ്റ് കൊടുത്താൽ മതി. 9 കൊടുക്കുക. 9 ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എത്രയാണോ കൊടുക്കുന്നത് അത്രയായിരിക്കും റീഡ് ചെയ്യുക. ദെൻ ക്യാരക്ടർ നമ്മൾ കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് മാത്രം കാണാം. സോ നെയിമിലേക്ക് റീഡ് ചെയ്യണം. So compilation success, and execute. Enter the name. Jyoti PS. Jyoti P. ഇന്നത്തെ കൊടുത്തത് 9. Okay, anyway, space character read ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലായി. So that is C input dot get line. So രണ്ട് ഫംഗ്ഷൻസ് നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷൻസ് ആയിട്ട് പഠിക്കുന്നു. ഫസ്റ്റ് വൺ ഈ C get test, സെക്കൻഡ് വൺ ഈ C in dot get line. ഇനി let's go to the output functions. Output functions, there are two output functions same as C-ലെ പോലെ തന്നെ ഇവിടെ രണ്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ ആണ് ഉള്ളത്. വൺ is put. Put is used to display a character, and write is used to display it is used to display a string up to a limit. C ഔട്ടിന് പകരമായിട്ട് C ഔട്ടിനാണെങ്കിൽ നമുക്ക് സ്പേസ് cannot read. C-നും C ഔട്ടിനും സ്പേസ് റീഡ് ചെയ്യാൻ പറ്റില്ല. So we are using another function, that is put and write. So put and write, I'll show the example to you. So here we are using C out. സാധാരണ C out തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. C ഔട്ടിന് പകരമായിട്ട് C out dot C out dot write name എന്ന് ഞാൻ എഴുതുന്നു. Then let us run execute it. What happened? There is an error. See, the parameter എല്ലാം കൊടുത്തില്ല. So success, build and execute. So enter name Jyoti M. So this we are not using C out, we are using C out dot write. So this display like that. Okay. Do. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാമ്പിൾസ് നിങ്ങൾക്ക് എഴുതിയെടുക്കാം, നിങ്ങൾക്ക് ഇത് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ആൻഡ് IO ഓപ്പറേഷൻസ് ഓർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഇൻ C++. Okay. Thank you.